പങ്കജ് ഭണ്ഡാരിയുടെ ഇതിലെ ഇടപെടലുകൾ തുടക്കം മുതൽ സംശയകരമായിരുന്നു. പങ്കജ് ഭണ്ഡാരി വളരെ പ്രസിദ്ധമായിട്ട് അദ്ദേഹത്തിൻ്റെ നേട്ടങ്ങളിൽ പറയുന്ന ഒന്ന്, അയോധ്യയിലെ രാമക്ഷേത്രത്തിനടുത്ത് നിർമ്മിച്ചിരിക്കുന്ന രാമമന്ദിറിൻ്റെ മുകളിൽ 13 ഉയരമുള്ള ഒരു കലശം നിർമ്മിച്ചിരിക്കുന്നയാളാണ്. ഇന്ത്യയിലുടനീളം 5500ഓളം ക്ഷേത്രങ്ങളിൽ വിവിധ കലശങ്ങളായിട്ടും അതേപോലെ തന്നെ ദ്വാരപാലക പാളികളായിട്ടും മേൽക്കൂരകളായിട്ടും ഒക്കെ സ്വർണ്ണം പൊതി വിഗ്രഹങ്ങളെ സ്വർണ്ണം പൊതിഞ്ഞ ഒരു ഏജൻസിയാണ് ഈ സ്മാർട്ട് ക്രിയേഷൻ സിഒ. ഇയാളുടെ ബന്ധം എവിടേക്കൊക്കെയാണ് പോയി നിൽക്കുന്നതെന്ന് വരട്ടെ. കേരളത്തിൽ അദ്ദേഹത്തിന് എവിടെയാണ് റോളുകളുള്ളത്, കേരളത്തിന് പുറത്ത് അയോധ്യയിലടക്കം ഇയാൾക്ക് എവിടെയാണ് റോളുകളുള്ളത് എന്നത് പുറത്തേക്ക് വരണമല്ലോ. ഇയാളെയാണോ ഏൽപ്പിച്ചിരിക്കുന്നത്? ചെറിയ കണക്കല്ല. അവിടെയാണല്ലോ ഈ സ്മാർട്ട് ക്രിയേഷൻസിലെ പങ്കജ് ഭണ്ഡാരി ശബരിമലയിൽ മാത്രം മോഷണം നടത്തുന്ന ആളായിരിക്കില്ലല്ലോ. അങ്ങനെ വന്നാൽ ഇയാൾ ചെയ്തിരിക്കുന്ന എല്ലാ ബിസിനസ്സുകളും പരിശോധിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാവും. അവിടെയാണ് എനിക്ക് സംശയമുള്ളത്. അയ്യപ്പൻ്റെ ഇതുപോലെ രാമക്ഷേത്രത്തിനും എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? അതുമായി ബന്ധപ്പെട്ട ഈ കലശത്തിന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? അവിടെ 400 ഗ്രാം സ്വർണം അവിടെ പൂശി എന്നാണ് പറയുന്നത്. 13 അടി ഉയരമുള്ള കലശമാണ് ഇയാൾ നിർമ്മിച്ചിരിക്കുന്നത്. ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്. അപ്പോൾ ഇയാളുടെ ഇടപെടലുകളിലേക്കാണ് അന്വേഷണം പോകേണ്ടത്. അത് പോയിന്റ് നമ്പർ 1. നമ്പർ 2, ഈ കേസിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ദ്വാരപാലക ശില്പപാളി മറിച്ചു വിറ്റത് കടകംപള്ളിക്ക് അറിയാമായിരുന്നു എന്ന് പ്രതിപക്ഷ നേതാവ് വളരെ ഉത്തരവാദിത്വത്തോടു കൂടി നമ്മളോടൊരു കാര്യം പറഞ്ഞു. ഒക്ടോബർ 8-ാം തീയതിയാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്നിപ്പോൾ 72 ദിവസമായി. എന്തെങ്കിലും തെളിവ് പ്രതിപക്ഷ നേതാവ് തന്നിട്ടുണ്ടോ? എൻ്റെ മുന്നിൽ ആ തെളിവില്ല. കോടതിക്ക് മുന്നിലും പ്രതിപക്ഷ നേതാവ് ആ തെളിവ് കൊടുത്തിട്ടില്ല. ദ്വാരപാലക ശില്പപാളികൾ മറിച്ചുവിറ്റത് ആർക്കാണെന്ന് കടകംപള്ളി സുരേന്ദ്രൻ എന്ന അന്നത്തെ ദേവസ്വം മന്ത്രിക്ക് അറിയാമെന്ന ഗുരുതരമായ ആക്ഷേപമാണ് ഉന്നയിച്ചത്.